നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മധുരക്കിഴങ്ങിൻ്റെ പുട്ടിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. ഇതാ കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതുപോലൊക്കെ ഒന്ന് ചേർത്ത് ചായയുടെയോ കാപ്പിയുടെയോ കൂടെ കഴിക്കാനും പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് മാവ് നനച്ചെടുക്കുന്നതും. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റുക. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുക്കണം. മധുരക്കിഴങ്ങിൽ ചെറിയ കുഴി പോലെയൊക്കെ കറുത്ത് കാണാം. അതൊക്കെ ഒന്ന് കത്തി വെച്ചൊന്ന് കുത്തി ഒന്ന് ക്ലീൻ ചെയ്യണം. അവിടെയൊക്കെ മണ്ണിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കഴുകി തുടച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഗ്രേറ്ററിനകത്ത് വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ 1 കപ്പ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്, വറുത്തതാണ്. അതായത് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്, 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതേ കപ്പിന് ഫുള്ളായിട്ട് മധുരക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 3-4 സ്പൂണ് ഗ്രേറ്റ് ചെയ്തത് മാറ്റിയും വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടി, ആ 1 കപ്പിൽ നിന്ന് കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ചേർക്കുക. വീണ്ടും അതിന് മുകളിലോട്ട് അരിപ്പൊടി ഇടുക. അതായത് ഒറ്റ ബാച്ചായിട്ടാണ് ഞാനിപ്പോൾ അടിച്ചെടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഒന്നട വിട്ടായിട്ട് അരിപ്പൊടിയും ഗ്രേറ്റ് ചെയ്ത കിഴങ്ങും ചേർക്കുക. എല്ലാം കൂടെ ഒന്നിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അത് കട്ട കെട്ടിപ്പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതാ ലാസ്റ്റ് അരിപ്പൊടിയോട് ഇട്ടിട്ടുണ്ട്. അതായത് 1 കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ടും. ഇനി ഇതിലോട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയാണ് 1 തവിയാണ് ചേർക്കുന്നത്. ഇനി ഈ പൊടിക്ക് ആവശ്യമുള്ള ഉപ്പൂടെ ചേർക്കുകയാണ്. ഇനി ഇത് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് കറക്കി എടുക്കണം. ഒരുപാട് നേരം ഒന്നും വേണ്ട, ഒരു 10-15 സെക്കൻഡ് നേരം മാത്രം മതി. ഇതാ കറക്റ്റ് നനവിൽ കിട്ടിയിട്ടുണ്ട്. നനവ് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി ശകലം മാവെടുത്ത് കയ്യിലൊന്ന് അമക്കി നോക്കുക. ഉരുണ്ട് വന്നതിന് ശേഷം നമ്മളിത് പൊട്ടിച്ചു വിടുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പരുവായിട്ടുമുണ്ട്. അഥവാ നിങ്ങൾക്ക് പാകത്തിന് നനവായിട്ടില്ല എന്നുണ്ടെങ്കിൽ 2-3 സ്പൂണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് കൂടെ ചേർത്തുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്താൽ മതിയേ. അതായത് നമ്മൾ ഫ്രഷായിട്ട് വാങ്ങിച്ചതിന് ശേഷം 2-3 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും മധുരക്കിഴങ്ങിനകത്ത് ജലാംശം ഒന്ന് കുറയും. അങ്ങനെ വരുമ്പോൾ നനവ് പറ്റാതെയും വരും. ഇതാ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കട്ട പോലൊക്കെ ഉണ്ടെന്ന് തന്നെ ഇളക്കി വിട്ടാൽ മാത്രം മതി, അതങ്ങ് പൊടിഞ്ഞു വന്നോളും. അഥവാ നനവ് കൂടിയിട്ടുണ്ടെങ്കിൽ 2-3 സ്പൂണ് അരിപ്പൊടി ചേർത്തുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്ത് ആ നനവ് കറക്റ്റാക്കി എടുക്കുക. ഇതിനി പുട്ടുകുറ്റിയിലോ ഇതുപോലെ ചട്ടപ്പുട്ടിനകത്തോ നിറയ്ക്കാവുന്നതാണ്. ആദ്യമേ കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഒരേ 1 സ്പൂണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്തിട്ടുണ്ട്. ഒരുപാട് ചേർക്കരുത്. ഇത് ആവി കൊണ്ട് നല്ലവണ്ണം വെന്തതിന് ശേഷം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ അങ്ങ് കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ശരിക്കും അത് ആവി കയറാനായിട്ട് കുറച്ച് പാടുപെടും. അതുകൊണ്ട് 1 സ്പൂണ് ഈ ഇളവിന് ചേർക്കുക. പുട്ടുകുറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പൂണായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങൂടെ ചേർത്ത് ആവി കയറ്റിയെടുക്കാവുന്നതാണ്. പൊടിയൊന്നും അമക്കി വെക്കണ്ട, ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയെ, അധികം പ്രസ് ചെയ്യാതെ. ഈ സമയത്ത് കുക്കറിലെ വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനി വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇനി ആവി വന്നതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ആവി വന്നതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഇത് ആദ്യത്തെ എടുത്തിട്ടുണ്ട്. ഈ ഒരളവിന് ഞാൻ ഒരു 3 ചിരട്ടപ്പുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ചിരട്ടപ്പുട്ടിൻ്റെ ആ പാത്രത്തിൻ്റെ അളവനുസരിച്ച് 3 അല്ലെങ്കിൽ 4 എണ്ണം ഈ ഒരളവിന് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കിഴങ്ങൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ ചൂടോടുകൂടി കുറച്ച് നെയ്യും മധുരത്തിനായിട്ട് അല്പം ശർക്കരപ്പൊടിയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് ചായക്കപ്പോ കാപ്പിക്കപ്പോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പഴത്തിനൊപ്പം കഴിക്കാൻ ഇതുപോലെ കുറച്ച് നെയ്യോടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് നനച്ചെടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോകല്ലേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറന്നു പോകല്ലേ. ഇതുവരെ തന്ന സപ്പോർട്ടിൽ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.